അവൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്നിരിക്കുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കരുണയുള്ള കർത്താവിൻ്റെ കരവും കരുതലും കഴിഞ്ഞ 2 രാത്രികളിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞു. ഇന്ന് രാത്രി നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടത്തേക്കെല്ലാം മഹത്വവും സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ശേഷിക്കുന്ന സമയം ദൈവജന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലോകത്തിനൊരു അന്ത്യമുണ്ട്, മനുഷ്യജീവിതത്തിനൊരു അന്ത്യമുണ്ട്. മനുഷ്യൻ വാസ്തവത്തിൽ അന്വേഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് രണ്ടുമാണ്. അവൻ്റെ ജിജ്ഞാസയ്ക്ക് അറുതി വരുത്താൻ ആവശ്യമായതുള്ളതൊക്കെ സ്വർഗത്തിലെ ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ തൻ്റെ വചനത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കയാൽ ദൈവത്തെ സ്തുതിക്കാം. ആദ്യ രാത്രി നമ്മൾ ഓർത്തു, ലോകം ഈ വിധത്തിൽ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലേ. വേദപുസ്തക പ്രവചനങ്ങൾ പറയുന്ന പോലെ തന്നെ ലോകത്തിൻ്റെ വസ്തുനിഷ്ഠമായ കണക്കുകൾ പരിശോധിച്ചാൽ ലോകത്തിന് മുന്നോട്ട് ഈ വിധത്തിൽ പോകുവാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി കാണുകയുണ്ടായി. കാലാവസ്ഥയ്ക്ക് സംഭവിച്ച വലിയ വ്യതിയാനങ്ങൾ, ഭൂമധ്യരേഖയുടെ ഇരുവശത്തുമുള്ള 28 രാഷ്ട്രങ്ങൾ മരുഭൂമിയായിക്കൊണ്ടിരിക്കുമ്പോൾ, കൃഷിയിടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജനസംഖ്യ അതിഭയങ്കരമായി ഭയാനകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തു, ഏതാണ്ട് 30 ദിവസത്തിനുള്ളിൽ 1 കോടി ജനം കൂടെ ഈ ലോകത്തിൽ പിറന്നു വീഴുകയാണ്. 650 കോടിയുള്ള ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ഇന്നില്ലേ. നാം UN തന്ന വാണിംഗ് ശ്രദ്ധിക്കുകയുണ്ടായി. ലോകത്തിന് ആവശ്യമായ ഭക്ഷ്യോൽപാദനം, ബയോളജിക്കൽ ഉൽപാദനങ്ങൾ ഏതാണ്ട് 20% ജനസംഖ്യയുള്ള ബന്ധത്തിൽ കുറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കുകയുണ്ടായി. കർത്താവായ യേശുക്രിസ്തു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, കാലം അതിൻ്റെ അന്ത്യത്തിലെത്തുമ്പോൾ ദുർഘട വൈഷമ്യ സമയങ്ങൾ വരിക മാത്രമല്ല, ക്ഷാമങ്ങൾ അതികഠിനമായി സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. 30 ദിവസത്തിനുള്ളിൽ 300 കോടി ഭൂമിയുടെ മേൽമണ്ണ് ഭൂമിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് വീണ്ടും എടുക്കുവാൻ കഴിയാതെ വണ്ണം ഏതാണ്ട് 300 കോടി ടൺ മേൽമണ്ണ് ഭൂമിക്ക് എല്ലാ 30 ദിവസവും കൂടുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ എല്ലാ 30 ദിവസം കൂടുമ്പോഴും ഏതാണ്ട് 30 ലക്ഷം ഏക്കർ വനങ്ങൾ വെട്ടിത്തെളിച്ച് അത് മനുഷ്യനാവശ്യമായ തടികളും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ സന്തുലന അവസ്ഥയ്ക്ക് വലിയ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞത് നമ്മൾ ഓർക്കുകയുണ്ടായി, അവർ എൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചു, ഭൂമി മലിനമായി, അതുകൊണ്ട് ശാപഗ്രസ്തമായി, അതിൻ്റെ ഫലം അതിൽ പാർക്കുന്നവർ അനുഭവിക്കുന്നു. ലോകത്തിൽ സംഭവിക്കുന്ന വൈഷമ്യങ്ങൾ ദൈവിക പ്രമാണങ്ങളെ കാറ്റിൽ പരത്തിയതിൻ്റെ ഫലമായി മനുഷ്യൻ അനുഭവിക്കുന്നുവെന്ന് ആദ്യത്തെ രാത്രി നമ്മൾ ഓർക്കുകയുണ്ടായി. ഇന്നലെ രാത്രിയിൽ ലോകമെന്ന അന്ത്യത്തിൽ വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് യഹൂദ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. വേദപുസ്തകം വളരെ വ്യക്തമായി, വളരെ കൃത്യമായി നമുക്ക് മുന്നറിയിപ്പ് തന്നിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. ലോകം അവസാനം ഒരു വലിയ ന്യൂക്ലിയർ യുദ്ധത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. വലിയൊരു ന്യൂക്ലിയർ യുദ്ധം. മനുഷ്യന് വിഭാവന ചെയ്യുവാൻ കഴിയാഞ്ഞ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ അത് മുമ്പ് കൂട്ടി നമുക്ക് രേഖപ്പെടുത്തി തന്നു. വലിയ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ വേദപുസ്തകത്തിൽ ഒരു ഭാഗത്തല്ല, എത്രയോ ഭാഗത്ത് വ്യക്തമായത് രേഖപ്പെടുത്തിയപ്പോൾ വിശുദ്ധ വേദപുസ്തകം സത്യമാണെന്നുള്ളത് വീണ്ടും ആധുനിക പുരോഗതിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളോടുള്ള ബന്ധത്തിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ളത് വീണ്ടും ഉറപ്പിച്ച് പറയട്ടെ. ഭരണകൂടങ്ങളെ കുറിച്ച് ഓർക്കുകയുണ്ടായി, ലോകത്തിന് സംഭവിച്ച വ്യതിയാനങ്ങൾ. ഇന്നലെ രാത്രി നമ്മൾ ഓർത്തു, ആ ന്യൂക്ലിയർ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ, മധ്യപൂർവ്വ ദേശത്തോടുള്ള ബന്ധത്തിൽ അത് ആരംഭിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞു. യാതൊരു തർക്കമില്ലാതെ വേദപുസ്തകം അസന്നിഗ്ധമായി പറയുന്നു, യഹൂദനോടുള്ള ബന്ധത്തിൽ ലോകരാഷ്ട്രങ്ങൾ യുദ്ധത്തിന് വരുമ്പോൾ അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കുമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചില്ലേ, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് പഠനം നടത്തിയതിൻ്റെ ഫലമായി ഇസ്രയേലിൻ്റെ സൈനിക സംഖ്യയുടെ ബലം 6,02,000 ആണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന ഏതാണ്ട് 22 അറേബ്യൻ ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് 50,16,500 സൈനിക ബലമുണ്ടെന്നുള്ളത് കണക്കാക്കപ്പെടുന്നു.
ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 50 ലക്ഷം, അതായത് ഏതാണ്ട് 1/2 കോടി സൈന്യങ്ങളാണ് ഇസ്രായേലിനെ വകവരുത്തുവാൻ ചുറ്റും കിടക്കുന്നത്. 50,16,500 സൈന്യങ്ങൾ അതിൻ്റെ ചുറ്റും. ഏതാണ്ട് 22 ഇസ്ലാമിക് രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ ചുറ്റും കിടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം വെറും 6,02,000 മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ ജനസംഖ്യ ഏതാണ്ട് 52.5 ലക്ഷമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ അവരുടെ പൗരന്മാർക്കുമെതിരായി ഒരു സൈന്യത്തെ നിരത്തുവാൻ ശത്രുവിന് കഴിയുന്നു. എന്നാൽ വളരെ വ്യക്തമായ കാര്യം ഓർപ്പിക്കുന്നു, ഇനിയും പൊട്ടിപ്പുറപ്പെടുന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് പിടിച്ചു നിൽപ്പാൻ സാധ്യമല്ല. 1948-ലും 1956-ലും 1967-ലും 1973-ലും 1982-ലും അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് അവരോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽപ്പാൻ സാധിച്ചു. എന്നാൽ ഇനിയുള്ള യുദ്ധത്തിൽ, ഇസ്രായേലിന് നേരിട്ടുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽപ്പാൻ നിവൃത്തിയില്ലാതെ ശത്രുവിന്റെ കയ്യിൽ ആയുധങ്ങൾ ഏറിക്കഴിഞ്ഞു. ശത്രു വളരെ ശക്തരായി മാറി. ഇസ്രായേലിന്റെ കയ്യിലുള്ള ഏക ആയുധം അവരെ തുരയ്ക്കുവാൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ ചുറ്റുമുള്ള രാജ്യങ്ങളെ കത്തിച്ചു കളയുവാൻ ഇസ്രായേലിന്റെ കയ്യിൽ മാത്രമേ മധ്യപൂർവ്വ ദേശത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങളുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം എത്ര കൃത്യമാണ്. അന്ത്യത്തിൻ്റെ ആ സംഭവത്തിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ബുദ്ധിയുള്ള ആർക്കും ഗ്രഹിപ്പാൻ കഴിയുന്നു. ഇത് ഒരു പത്രോസ് രേഖപ്പെടുത്തിയ പോലെ നിർമ്മിത കഥകളെ ആസ്പദമാക്കിയല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പറഞ്ഞു, ദൈവത്തിൻ്റെ ആലോചനകൾ വെളിപ്പെടുത്തി. ഞാനും നിങ്ങളും ഗ്രഹിപ്പാൻ, ശ്രദ്ധിപ്പാൻ, ബുദ്ധി പഠിപ്പാൻ, കാര്യങ്ങളെ വിലയിരുത്തുവാൻ, കാലം അതിൻ്റെ അന്ത്യത്തിൽ എത്തിയെന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം നമുക്കത് വെളിപ്പെടുത്തി. വളരെ പ്രധാനമായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. യെരുശലേമും വെസ്റ്റ് ബാങ്കും വളരെ അതിപ്രധാനമായ യുദ്ധത്തിന് വേണ്ടി കളമൊരുക്കിയ ഒരു കാലഘട്ടം. സഖറിയ പ്രവചനം 6-ാം അധ്യായം എടുത്ത് വായിച്ചാൽ, ഒരു നിമിഷം ഞാൻ ആ ഭാഗം പറയുവാൻ ഇരുന്നതല്ല എങ്കിലും മനസ്സിൻ്റെ പ്രേരണ കൊണ്ട് ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. സഖറിയ പ്രവചനം 6-ാം അധ്യായം എടുക്കുക. അവിടെ പരിശുദ്ധാത്മാവ് ഏതാണ്ട് 2400 വർഷം മുമ്പ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യം. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. കരാൽ നിറമുള്ളവ പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പാൻ നോക്കി. നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിൻ എന്നവൻ കൽപ്പിച്ചു. അങ്ങനെ അവ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. അവൻ എന്നോട് ഉറക്കെ വിളിച്ചു, വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തിങ്കൽ എൻ്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, സഖറിയ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. കറുത്ത കുതിര ഉള്ളവ വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു, വെളുത്ത അവയുടെ പിന്നാലെ പുറപ്പെട്ടു, പുള്ളിയുള്ളവ തെക്കേ ദേശത്തേക്ക് പുറപ്പെട്ടു. 8-ാം വാക്യം, വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തിൽ എൻ്റെ കോപത്തെ ശമിപ്പിച്ചിരിക്കുന്നു. നോക്കുക, 1-ാം വാക്യത്തിൽ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് 4 വിധമായി കുതിരകൾ പുറപ്പെടുന്നത് പ്രവാചകന് കാണിച്ചു കൊടുത്തു. ഏതാണ് ഈ 2 പർവ്വതം? യേശുക്രിസ്തുവിന്റെ 2-ാം വരവിനോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ 2 പർവ്വതം, ഒലിവ മലയും സിയോൻ മലയും. യേശുക്രിസ്തുവിന്റെ കാൽപാദം ഒലിമലയിൽ കുത്തും. യേശുക്രിസ്തു രാജാവായി സിയോൻ മലയിൽ അവൻ വാഴും. 2-ാം സങ്കീർത്തനം. ഈ 2 പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് അന്ത്യകാലത്ത് ഒരു കുതിര വടക്കോട്ടും ഒരു കുതിര തെക്കോട്ടും പുറപ്പെട്ടു പോന്നു. ഇസ്രായേലിന്റെ ഭൂപടം എടുത്ത് നോക്കുക. ഇസ്രായേലിന്റെ തെക്ക് കിടക്കുന്നു ഈജിപ്റ്റ്, ഇസ്രായേലിന്റെ വടക്ക് കിടക്കുന്നു റഷ്യ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവം എന്നെ പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് അതിൻ്റെ ഗൗരവം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. തെക്കോട്ടും വടക്കോട്ടും കടന്നുപോയ കുതിരകൾ, വലിയ സൈന്യങ്ങൾ ഇസ്രായേലിനെതിരായി കടന്നു വന്ന് ദൈവം ഇടപെട്ട് വടക്കുള്ള ശത്രുവിനെ സമ്പൂർണമായി സംഹരിക്കുമ്പോൾ അവരോടുള്ള എൻ്റെ കോപം ശമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ വാസ്തവത്തിൽ ഭയാനകമായി നമ്മെ ഓർപ്പിക്കുന്ന വലിയ കാര്യം, ഇസ്രായേലിന്റെ തെക്ക് കിടക്കുന്നു ഈജിപ്റ്റ്. അധികം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് എസെക്കിയേൽ 38 രേഖപ്പെടുത്തി, ഞാൻ നിന്നെ ഏറ്റവും വടക്കേറ്റത്ത്, അട്ടമോസ്റ്റ് നോർത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഏറ്റവും വടക്ക് നിന്ന് നിന്നെ ഞാൻ കൊണ്ടുവരും.
ഈ രണ്ട് ഭൂപ്രദേശത്തുള്ള ജനങ്ങൾ ഇസ്രായേലിനെ അവസാനം ആക്രമിക്കുന്ന ചിത്രം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കി. റഷ്യയും അറേബ്യൻ രാജ്യങ്ങളും കൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 73-ലെയും 82-ലെയും യുദ്ധത്തിൽ റഷ്യ പ്രത്യക്ഷമായി അല്ലെങ്കിലും പരോക്ഷമായി ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് ലോകത്തിന് ബോധ്യമായി തീർന്ന ഒരു കാലഘട്ടത്തിൽ 2500 വർഷം മുമ്പ് പ്രവാചകന്മാർ വെളിപ്പെടുത്തിയ പ്രവചനം അന്ത്യകാലത്ത് സംഭവിക്കുന്നു. വളരെ ഭയത്തോടെ ഓർക്കുക. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, യെരുശലേം ദൈവത്തിൻ്റെ അത്ഭുതകരമായ അവസാനത്തെ പദ്ധതിയുടെ തീ കൊളുത്തുന്ന ഒരു ബോംബിന്റെ ആരംഭമാണ് എന്നുള്ളത് ഞാൻ പറയട്ടെ. തിരുവചനത്തിലേക്ക് ഒന്ന് പരിശോധിക്കുക. സക്കറിയ പ്രവചനത്തിലേക്ക് എടുത്തു വരുമ്പോൾ വിശദീകരിക്കാതെ ഞാൻ പറയാം. അതിൻ്റെ 12-ാം അധ്യായം തുടങ്ങി അതിൻ്റെ 14-ാം അധ്യായം വരെയുള്ള 3 അധ്യായങ്ങളിൽ ഏതാണ്ട് 16 പ്രാവശ്യം അമ്മാളിൽ 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 എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വരവിനെ ഒരു സംഭവമായി വിളിച്ചു പറയുന്ന അവസാനത്തെ 3 അധ്യായം. അതിൻ്റെ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. 8-ാം വാക്യം, അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. നോക്കുക, അന്നാളിൽ അത് സംഭവിക്കും. അവൻ തന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ വരും. അന്ന് യഹോവ ഭൂമിയിൽ സർവ്വഭൂമിക്കും രാജാവായി തീരും. ദൈവം 16 പ്രാവശ്യം അന്നാളിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് 12 തൊട്ട് 14 വരെയുള്ള അധ്യായത്തിൽ ഒരു മുത്ത് കൊണ്ട് കോർത്തിണക്കിയ മാല പോലെ 16 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ് ആ സംഭവത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാരോട് വളരെ ഗൗരവമായ ഒരു കാര്യം പറയട്ടെ. അന്നാളിൽ എന്ന് പറയുന്ന ദൈവിക പദ്ധതി, അവസാനത്തിൻ്റെ ആ പദ്ധതി ആരംഭിക്കുന്ന എന്നാണെന്ന് നോക്കിയാട്ടെ. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ഭാരമുള്ള കല്ലാക്കുമ്പോൾ സകല ജാതികളും അതിനോട് എതിർത്ത് വന്ന് അന്നാളിൽ നിന്നുള്ള പദ്ധതി ആരംഭിച്ച് അവസാനം അന്നാളിൽ അവൻ സർവ്വ വിശുദ്ധന്മാരോടുകൂടെ ഭൂമിയിൽ മടങ്ങി വന്ന് സർവ്വഭൂമിക്കും അവൻ രാജാവായി മാറും. അന്നാളിൽ അവന്റെ മടങ്ങിവരവിന്റെ കാര്യം പറയുമ്പോൾ ആ പദ്ധതിയുടെ ആരംഭം യെരൂശലേം ഭാരമുള്ള കല്ലായി തീരുമ്പോഴാണ്. യാതൊരു മുൻവിധിയും കൂടാതെ തന്നെ ഏതാനും നിമിഷമൊന്ന് ശ്രദ്ധിക്കണം. ലോകത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും സംഘർഷമുഖരിതമായ പ്രതലമായി യെരൂശലേം തീർന്നിരിക്കുന്നു. എന്താ കാരണം? യഹൂദന് ദേവാലയം പണിയുവാൻ ആകെ അനുവദിക്കപ്പെട്ട ഇടം യെരൂശലേമാണ്. ലോകത്തിലുള്ള എല്ലാ മുസ്ലിം ആളുകൾക്കും മെക്കയും മെദീനയും കഴിഞ്ഞാൽ 3-ാമത്തെ പുണ്യഭൂമി യെരൂശലേമാണ്. യെരൂശലേം 67 യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്തപ്പോൾ ആ യെരൂശലേം മോചിപ്പിച്ചെടുക്കുവാൻ ലോകത്തിലുള്ള എല്ലാ മതവിശ്വാസികളും ആ വിധത്തിലുള്ളവർ അതിനുവേണ്ടി കൊതിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ യോവേൽ 3-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവസാന യുദ്ധം ഒരു വിശുദ്ധ യുദ്ധമായിരിക്കും, യെരൂശലേമിനുള്ള യുദ്ധമായിരിക്കും. എന്നെ പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനത്തിൽ ഇത് രേഖപ്പെടുത്തിയത് ഞാൻ എന്തെങ്കിലും ജീവിക്കുമ്പോൾ നിവർത്തിക്കപ്പെടുവാൻ കളമൊരുക്കി കഴിയും. അന്ത്യത്തിൻ്റെ സംഭവത്തിൻ്റെ ഗൗരവപൂർണമായ നടത്തിപ്പാണ് ആ പ്രതലത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു പ്രധാന വിഷയം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം എന്ന് നോക്കിയാട്ടെ. അവിടെ രേഖപ്പെടുത്തി അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ മതി, ആ വാക്യം നോക്കിയാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട്
After many days, in the later days, അന്ത്യകാലത്ത്, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അന്ത്യകാലത്ത് ഇസ്രായേൽ പർവ്വതം ശൂന്യമായിരുന്നു. ഇന്ന് ലോകത്തിന്റെ നാനാ കോണിൽ നിന്നും അവരവിടെ വന്ന് അവരവിടെ പാർത്ത് അവരവിടെ സമ്പത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീ അവർക്കെതിരായി കടന്നു വരും. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ആഫ്റ്റർ മെനി ഡേയ്സ് യു വിൽ ബി മസ്റ്റേർഡ് ഫോർ എ സർവീസ്. നീ ഒരു ശുശ്രൂഷയ്ക്കായി കടന്നു വരും. ആരോടാണ് ഈ പറയുന്നത്? 38-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ രോഷ് മോശക് തുബേൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ ദൈവം ആ ഭൂപ്രദേശം ചൂണ്ടിക്കാണിക്കുന്നു. നോഹയുടെ 3 പുത്രന്മാർ ശേം, ഹാം, യാഫത്ത്, അവരുടെ മക്കളും കൊച്ചുമക്കളും ഉൽപ്പത്തി 10 എടുത്ത് വായിച്ചാൽ അവരുടെ പേരുകളുടെ പട്ടികയിൽ ദൈവം ഇവിടെ പറഞ്ഞ പേരുകൾ കാണുവാൻ കഴിയുന്നു. റഷ്യയുടെ ഭൂപ്രദേശത്തിൽ കുടിയേറി പാർത്ത നോഹയുടെ കൊച്ചുമക്കളുടെ പേരാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ആധുനിക റഷ്യയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തി നിന്നെ ഞാൻ ഏറ്റവും വടക്കേറ്റത്ത് നിന്ന് കൊണ്ടുവരും. റഷ്യയുടെ പ്രദേശമാണ് ഇസ്രായേലിന്റെ വടക്ക് കിടക്കുന്ന പ്രദേശം. എന്നാൽ വചനത്തിൽ പറഞ്ഞ പോലെ യു വിൽ ബി മസ്റ്റേർഡ് ഫോർ എ സർവീസ്. നീ ഒരു വലിയ ശുശ്രൂഷയ്ക്കായി അവസാനം ഇസ്രായേൽ പർവ്വതങ്ങളിൽ കടന്നു വരും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തു അവസാനത്തിലെ ആരംഭക്കുറിപ്പ് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്ക് ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ അനവർത്ഥമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുക്കുമ്പോൾ എൻ്റെ കേൾവിക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകത്തിൻ്റെ യാതൊരു സംഭവവും അവിചാരിതമായി നടക്കുന്നതല്ല. ലോകത്തിൻ്റെ സംഭവങ്ങൾ മുഴുവൻ മുമ്പ് കൂട്ടി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24-ാം അധ്യായത്തിൽ നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ലോകത്തിന് ഈറ്റുനോവ് കിട്ടുന്നത് എപ്പോഴെന്ന് ഞാൻ പറയാം, ലോകത്തിന് പ്രസവവേദന ആരംഭിക്കുന്നത് എന്നെന്ന് ഞാൻ പറയാം. അതിൻ്റെ 6-ാം വാക്യത്തിൽ നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും, അത് അവസാനമല്ല. 7-ാം വാക്യത്തിൽ ഒരു ജാതി ജാതിയോട് എതിർക്കും. A nation will rise against another nation. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് സാമ്രാജ്യങ്ങൾ ചേർന്നൊരു യുദ്ധം ആരംഭിക്കും. അത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. 6-ാം വാക്യത്തിൽ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു, അത് അവസാനമല്ല. 7-ാം വാക്യത്തിൽ ഒരു പ്രത്യേക യുദ്ധം യേശുക്രിസ്തു ചൂണ്ടിക്കാണിച്ചു. ഏതാണത്? മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെ ഒരു യുദ്ധം നടന്നത് 1914 ജൂലൈ 27-ാം തീയതിയാണ്. യൂറോപ്പിലുള്ള ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം സമീപ രാജ്യമായ സെർബിയക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഓസ്ട്രിയ സെർബിയക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുക മാത്രമല്ല, ബെൽജിയത്തിലൂടെ കടന്ന് ഫ്രാൻസിനെ ആക്രമിക്കുന്നു. ഫ്രാൻസിനെ മോചിപ്പിക്കുവാൻ ബ്രിട്ടന്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ 29 രാജ്യങ്ങൾ ചേരുന്നു. 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ഒരു രാജ്യം ഒരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ച് സാമ്രാജ്യങ്ങൾ ചേർന്ന് യുദ്ധം ആരംഭിക്കുമ്പോൾ ഇത് അവസാനത്തിന്റെ ആരംഭമാണ്. എൻ്റെ കേൾവിക്കാരോട് വീണ്ടും ഞാൻ പറയട്ടെ, 1-ാം ലോകമഹായുദ്ധം അവസാനത്തിന്റെ ആരംഭമായിരുന്നു. യഹൂദൻ മടങ്ങി വരുവാൻ, അവൻ്റെ മാതൃരാജ്യത്തിൽ മടങ്ങി വരുവാൻ ഇടയായി തീർന്നത് 1-ാം ലോകമഹായുദ്ധമാണ്. 1917 നവംബർ മാസം 2-ാം തീയതിയാണ് ബാൽഫോർ ഡിക്ലറേഷൻ, അതായത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പലസ്തീന്റെ മണ്ണ് യഹൂദന് കൊടുക്കാമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. 1917 നവംബർ 2-ാം തീയതി. അത് 1-ാം ലോകയുദ്ധത്തിന്റെ മധ്യഭാഗത്തിൽ ആ ചരിത്രം വിടട്ടെ. എന്നാൽ അന്ന് തന്നെ ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്ത് മറ്റൊരു സംഭവം നടന്നു. 1917 ഫെബ്രുവരി 27-ാം തീയതി സാർ ചക്രവർത്തിമാരുടെ ഭരണത്തെ അറുതി വരുത്തിക്കൊണ്ട് ബോൾഷെവിക് വിപ്ലവം, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന് കമ്മ്യൂണിസം അവിടെ അധികാരത്തിൽ വരുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, എസെക്കിയേൽ 38:8 പറഞ്ഞു, ഇസ്രായേൽ രാഷ്ട്രം ലോകത്തിൽ പിറന്നു വീണിട്ടില്ല. എന്നാൽ ഏറിയ നാൾ കഴിഞ്ഞ് ലോകത്തിന്റെ നാനാ കോണിൽ നിന്ന് അവർ മടങ്ങി വരുമ്പോൾ അവരെ ആക്രമിക്കുവാൻ ഇസ്രായേലിന്റെ വടക്ക് നിന്ന് നീ അവിടേക്ക് വിളിക്കപ്പെടുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 2 സംഭവങ്ങൾക്ക് വേണ്ടി 1917
ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിപ്പാൻ ബാൽഫോർ ഡിക്ലറേഷൻ പ്രഖ്യാപിക്കുകയും 1917 നവംബർ മാസത്തിൽ ബോൾഷിക് റവല്യൂഷൻ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം റഷ്യയുടെ പ്രദേശത്ത് സംഭവിച്ച് ഏതാണ്ട് 32 വർഷം കൊണ്ട് 30 ദശലക്ഷം ആളുകളെ അവരുടെ സ്ഥലത്ത് തന്നെ അവർ കൊന്നൊടുക്കി. ഇരുമ്പ് മുഷ്ടി കൊണ്ട് കമ്മ്യൂണിസം സ്ഥാപിച്ച് അവരുടെ സമ്പത്ത് മുഴുവൻ വലിയ സൈന്യത്തെ കെട്ടിപ്പടുത്തുവാൻ ചെലവഴിച്ച് ആ രാഷ്ട്രം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു രാഷ്ട്രമായി തീർന്നപ്പോൾ, ഒരു വാക്കിൽ ഞാൻ ചുരുക്കി പറയട്ടെ, 40 ലക്ഷം പടയാളികളും ഏതാണ്ട് 21,500 ന്യൂക്ലിയർ ആയുധമുള്ള ഒരു വലിയ സൈന്യമായി റഷ്യ തീരുന്നത് ബോൾഷിക് റവല്യൂഷൻ 1917 സംഭവിക്കുന്നതുകൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ 2 അധ്യായം അവരോടുള്ള ബന്ധത്തിൽ മാറ്റിവെച്ചത് കാലത്തെ വിലയിരുത്തി മനസ്സിലാക്കുവാനാണ്. ഇസ്രായേൽ രാഷ്ട്രം പിറന്നു വീഴുന്നു. അവരെ അന്ത്യകാലത്ത് ആക്രമിക്കുവാൻ ഒരു കൂട്ടം രാജ്യങ്ങളോട് ചേർന്ന് നീ അവസാനം വടക്കേ അറ്റത്ത് നിന്ന് വരുമെന്ന് പറഞ്ഞത് അനുവർത്ഥമായി ചേരുവാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഞാൻ പറയട്ടെ. 1989 അവസാനം 90ന്റെ ആരംഭം മിഖായിൽ ഗോർബച്ചോവ് ഭരണമേറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോൾ റഷ്യയുടെ സമ്പൽഘടന ഉലയുന്നെന്നും അവരുടെ രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കുവാൻ കഴിയാതെ വളരെ പിന്നോക്കം നിൽക്കുന്നെന്ന് മനസ്സിലാക്കി 2 പുതിയ ആശയങ്ങളുമായി ഗോർബച്ചോവ് മുന്നോട്ട് വരികയാണ്. നമുക്കൊക്കെ പരിചയമുള്ള ഗ്ലാസ്നോയിസ്റ്റയും പെരിസ്ട്രോയിക്കയും എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്ഥിതിയോടെ കാര്യങ്ങൾ തുറന്നു പറയണം, ചിന്തിക്കണം. നമുക്കൊരു ഓപ്പൺനെസ് ആവശ്യമാണ്. പെരിസ്ട്രോയിക്ക അത് മാത്രം പോരാ, കാര്യങ്ങൾക്കൊരു പുതുക്കമായ പുനഃസംഘടന ആവശ്യമാണ്. ഗോർബച്ചോവ് അത് പറഞ്ഞു. പക്ഷെങ്കിൽ അന്ന് അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ഇഷ്ടമായില്ല. ഗോർബച്ചോവ് 1991 ഒരു സുഖവാസത്തിന് വേണ്ടി, വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ വീണ്ടും അവിടെ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസം റഷ്യയിൽ തകരുകയായിരുന്നു. USSR തകരുകയായിരുന്നു. USSR എന്ന് പറയുന്ന രാഷ്ട്രം പിച്ച് ചിന്തി ഏതാണ്ട് അതിൽ നിന്ന് അനേക രാജ്യങ്ങൾ പുറത്തു വരുവാൻ ഇടയായി മാറി. നിങ്ങൾ കേൾക്കുന്ന പോലെ അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ചെച്ചൻസ് എന്നൊക്കെ പറയുന്ന പുതിയ രാജ്യങ്ങൾ റഷ്യയിൽ ഉടലെടുത്തു. ആ പറയുന്ന സംഭവമായി വിശുദ്ധ വേദപുസ്തകത്തിന് ബന്ധമുണ്ടോ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് ഈ രാത്രിയിൽ ഞാൻ ആ വിഷയം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. എന്തിന് കമ്മ്യൂണിസം അവിടെ തകർന്നു? 3 പ്രധാന കാരണങ്ങൾ പറയാം. എന്നാൽ നിങ്ങൾ ആ ചിത്രത്തിൽ നോക്കുക, അവിടെ പുതിയ രാഷ്ട്രങ്ങളുണ്ടായി. അസർബൈജാൻ മുതൽ ചെച്ചൻസ് വരെ പുതിയ രാഷ്ട്രങ്ങളുണ്ടായപ്പോൾ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി ഏതാണ്ട് 2500 വർഷം മുമ്പ് പറഞ്ഞു, റഷ്യയോട് കൂടെ വടക്കേ അറ്റത്ത് നിന്ന്, ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തോഗർ മഗ്ഹം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ കൂടെ കടന്നു വരും. എസെക്കിയേൽ 38 എടുത്താട്ടെ, അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. എസെക്കിയേൽ 38ന്റെ 6-ാം വാക്യം. പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. വടക്കേ അറ്റത്ത് നിന്ന് തോഗർമഗൃഹം നിന്നോടുകൂടെ പുറപ്പെടുമാറാകും. റഷ്യയോടുകൂടെ ആദ്യം മാർച്ച് ചെയ്ത് വരുന്ന രാജ്യം ഇവിടെ രേഖപ്പെടുത്തി, പേർഷ്യ അല്ലെങ്കിൽ ഇറാൻ. എന്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഷാ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ അമേരിക്കയുടെ പക്ഷമായിരുന്നു. സാർ ചക്രവർത്തിയുടെ ഭരണം അവിടെ തകിടം മറിഞ്ഞു. എത്ര വർഷമായി സാർ ചക്രവർത്തിയുടെ ഭരണം അവിടെ തകർന്ന് തരിപ്പണമായത്? 1979 ഷാ അമേരിക്കയോട് പറ്റി നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഇറാന്റെ പ്രസിഡന്റായ ഷായെ അവിടെ നിന്ന് മാറ്റി ഇസ്ലാം തീവ്രവാദികൾ, കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിച്ചെടുത്തപ്പോൾ റഷ്യയോടുകൂടെ മാർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ രാജ്യം ഇറാനാണ്. അതിൻ്റെ കാര്യങ്ങൾ സമയം അനുവദിച്ചാൽ പറയാം. ഇന്ന് റഷ്യയോട് ഏറ്റവും പറ്റി നിന്ന് അമേരിക്കയോട് ബദ്ധശത്രുവായി തീർന്നപ്പോൾ ഇസ്രായേലിനെ തുടച്ചു മാറ്റുവാൻ അവർ പരസ്യമായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ഈ കാര്യത്തിന് എന്തെങ്കിലും ഗൗരവമുണ്ടോ? ബുദ്ധിയുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നാൽ അവരോടുകൂടെ മാർച്ച് ചെയ്ത് വരുന്ന ഒരു രാജ്യമാണ്, ഒരു കൂട്ടം ആളുകളാണ്. വടക്കേറ്റത്തുള്ള തോഗർമ ഗൃഹം, ഒരു കൂട്ടം ആളുകൾ, തുർക്കികളുടെ ചോരയുള്ള ഒരു കൂട്ടം ആളുകൾ. ആരാണിതെന്ന് ആർക്കും മനസ്സിലായില്ല. കാരണം സോവിയറ്റ് റഷ്യ 1991 വരെ USSR നിലനിന്നു. എന്നാൽ 91 USSR തകർന്ന് തരിപ്പണമാകുമ്പോൾ അതിൻ്റെ വടക്കേ അറ്റത്ത് നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് നിന്ന് തുർക്കികളുടെ ചോരയുള്ള ഏതാണ്ട് 7 ഇസ്ലാമിക് രാജ്യങ്ങൾ പുറത്തു വന്നു. അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, കർഗിസ്ഥാൻ, ചെച്ചൻസ് എന്ന് പറയുന്ന ഏതാണ്ട് 7 പുതിയ രാജ്യങ്ങൾ. ആ 7 രാജ്യങ്ങളും തുർക്കികളുടെ ചോരയുള്ള രാജ്യങ്ങളാണ്, ഇസ്രായേലിനോട് ബദ്ധവൈരാഗികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ തോഗർമ ഗൃഹത്തെ ഒരുക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് തകർച്ച മൂലം. ആരെങ്കിലും വിഭാവന ചെയ്തിരുന്നോ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു വരുമെന്ന്? ഇല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ 2500 വർഷം മുമ്പ് പറഞ്ഞു, തോഗർമ ഗൃഹക്കാർ വരും. നാം ജീവിക്കുന്ന ദിവസങ്ങളിൽ അവർ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. അവരോടുകൂടെ ഇറാൻ, ലിബിയ മുതലായ രാഷ്ട്രങ്ങൾ കടന്നു വരുന്നത് രേഖപ്പെടുത്തിയപ്പോൾ ആ പട്ടികയിലുള്ള മിക്ക രാജ്യങ്ങളും റഷ്യയുടെ പക്ഷമായി ചേർന്നു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ വളരെ ഗൗരവമായ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. റഷ്യ എന്തിനാണ് അവിടെ കടന്നു വരുന്നത്? 38-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നോക്കി. ഷെബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത്? റഷ്യ കടന്നു വരുന്നത് കൊള്ളയടിക്കുവാനാണ്. ദാനിയേൽ 11:40 തൊട്ടുള്ള വാക്യം വായിച്ചാലും വലിയ കൊള്ള നടത്തുവാൻ റഷ്യ മധ്യപൂർവ്വ ദേശത്തിലേക്ക് വീണ്ടും കടന്നു വരും. എന്റെ പ്രിയപ്പെട്ടവരെ, റഷ്യയെ കുറിച്ച് ഞാൻ ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായി തകർന്നു പോയ ഒരു രാജ്യമാണ്. അവരുടെ സമ്പൽഘടന തകർന്ന് അവര് ഭക്ഷണങ്ങൾ പോലും വേണ്ടവണ്ണം കഴിപ്പാനില്ലാതെ ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ? ഈ സ്വതന്ത്രമായ തോഗർമ ഗൃഹമായിരുന്നു റഷ്യക്ക് ആവശ്യമുള്ള എണ്ണകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. എണ്ണക്കിണറുകളേറിയ പങ്കും ഈ സ്വതന്ത്രമായ കസാക്കിസ്ഥാൻ, ജോർജിയ, അസർബൈജാൻ, ടർക്ക്മെനിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ മുതലായ രാജ്യങ്ങൾ റഷ്യക്ക് ആവശ്യമായ എണ്ണകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. എണ്ണ ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യങ്ങൾ സ്വതന്ത്രമായപ്പോൾ, റഷ്യയുടെ എണ്ണക്കിണറുകൾ വറ്റിത്തുടങ്ങിയപ്പോൾ റഷ്യ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഭക്ഷണത്തിന് പണമില്ലാതിരിക്കുമ്പോൾ എണ്ണ എങ്ങനെ ഇറക്കുമതി ചെയ്യും? അവർക്കൊരു മാർഗമേ ഉള്ളൂ. അവരേറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. റഷ്യയുടെ പ്രതലത്തോട് അടുത്ത് കിടക്കുന്നു ഇറാൻ. ഇറാനിൽ കാലുകുത്തിയാൽ അവർക്ക് കുവൈറ്റിലും സൗദി അറേബ്യയിലും ഇസ്രയേലിലും കാലുകുത്താം. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദാനിയേൽ 11:40 വാക്യങ്ങളെ ആസ്പദമാക്കി പറയട്ടെ. റഷ്യ ഇസ്രയേലിന് വിരോധമായി വരുന്നത് കുവൈറ്റിന്റെയും സൗദിയുടെയും ഈജിപ്തിന്റെയും കയ്യിലുള്ള എണ്ണകൾ കവർന്നെടുക്കുവാനാണ്. വിശുദ്ധ വേദപുസ്തകം അത് പറയുന്നു. അവൻ കൊള്ളയിടുവാൻ ദാനിയേൽ 11:40 വാക്യത്തിലും അത് രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇറാനോട് പറ്റി നിൽക്കുമ്പോൾ ഇറാൻ മുതലായ രാജ്യങ്ങൾ, ഞാൻ തീർത്ത് പറയട്ടെ, സുന്നികളും ഷിയകളും തമ്മിലുള്ള സംഘടന മധ്യപൂർവ്വ ദേശത്തിൽ അതിശക്തമായി ഷിയ ഡൊമിനന്റായ ഇറാൻ, സുന്നി ഭരണമുള്ള സൗദി അറേബ്യയും കുവൈറ്റിനോടും ബദ്ധവൈരാഗികളായി നിൽക്കുമ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നു അവിടെയുള്ള പല പ്രദേശങ്ങളും ഞങ്ങളുടേതാണ്. ഇറാഖ് ആവശ്യപ്പെടുന്നു ഞങ്ങളുടേതാണ്. എന്നാൽ ഒരു സമയം താമസിയാതെ വരുന്നു, ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ കടന്നു വരുന്നു. എന്നാൽ റഷ്യ വരുന്നത് സാമ്പത്തിക തകർച്ച കൊണ്ടാണ്. ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കുക. എന്നാൽ എന്തിനാണ് അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്? എസെക്കിയേൽ 38 വളരെ വ്യക്തമായി വായിച്ചു, നിരന്തര ശൂന്യമായ ഇസ്രായേൽ പർവ്വതത്തിൽ നീ വരും, നിന്നെ ഞാൻ അവിടെ കൊണ്ടുവരും. എന്തിനാണ്? ഇസ്രായേലും സാമ്പത്തികമായി വളരുന്നു.
എനിക്ക് പറയുവാൻ നിവൃത്തിയില്ല. എൻ്റെ കയ്യിൽ വളരെയധികം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഈ നാളുകളിൽ മനസ്സിലാക്കുവാൻ ഇടയായി. നാഷണൽ ജോഗ്രഫി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു മാസികയുണ്ട്. 1978 ഫെബ്രുവരി മാസത്തിന്റെ ഇഷ്യൂ വായിച്ചു നോക്കിയാൽ അവിടെ ഒരു തലക്കെട്ട് കൊടുത്തു, ജീവിക്കുന്ന ചാവുകടൽ, ദ ലിവിംഗ് ഡെഡ് സീ. ചാവുകടലിന്റെ പേര് മാറ്റി. ചാവുകടൽ എന്ന് പറഞ്ഞാൽ ഒരു ജീവി ഇല്ലാത്തത് കൊണ്ട് അതിന് ചാവുകടൽ എന്ന് പറഞ്ഞു, ഡെഡ് സീ. എന്നാൽ അതിന്റെ പേര് മാറ്റി ഒരു തലക്കെട്ട് കൊടുത്തു, ലിവിംഗ് ഡെഡ് സീ, ജീവിക്കുന്ന ചാവുകടൽ. ഇസ്രായേലിന്റെ കയ്യിലുള്ള ചാവുകടലിന്റെ അടിയിൽ വലിയ സമ്പത്ത് കിടക്കുന്നു എന്ന് അവർ കണ്ടുപിടിച്ചു. ഒന്നാമത് അതിന്റെ അടിയിൽ ഡൂണ ലില്ലി എന്ന് പറയുന്ന ഒരു പായൽ വർഗം യഹൂദ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ആ പായലിനെ പെട്രോളാക്കി തീർക്കുവാൻ അവരുടെ വൈദഗ്ധ്യം കൊണ്ട് അവർക്ക് സാധിച്ചു. ഇന്ന് പെട്രോളിന് പകരം മറ്റൊരു ഉൽപ്പന്നത്തിന് വേണ്ടി ലോകം ശ്രമിക്കുമ്പോൾ, ഈ രാത്രി ഞാൻ വീണ്ടും പറയട്ടെ, യഹൂദൻ അതിൽ അഗ്രഗണ്യന്മാരായി മാറും. കാരണം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തനം 33:24 ഇങ്ങനെ നാം വായിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കുക. ഡൂണ ലില്ലി, അവിടെയുള്ള ഒരു പായൽ അവർ വളർത്തിയെടുത്തു. അവർ കണ്ടുപിടിച്ചത് അവർ പെട്രോളാക്കി തീർത്തെങ്കിൽ ഇന്ന് ആ ചാവുകടലിന്റെ വെള്ളങ്ങൾ അവർ കണ്ടങ്ങൾ പോലെയാക്കി ഡൂണ ലില്ലി വളർത്തിയെടുത്ത് അതിനെ പെട്രോളാക്കി തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു. ആവർത്തനം 33:24 ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. തുരങ്കങ്ങൾ വഴി വെള്ളം കൊണ്ടുവന്ന് ചാവുകടലിലോട്ട് ചാടിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്, വലിയ വിദ്യുശക്തി ഉൽപാദനം അവർക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അവർക്കാകെ വേണ്ടത് മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം ഈ ചാവുകടൽ തീരത്തോട്ട് കൊണ്ടുവന്ന് ചാവുകടലിലോട്ട് ചാടിച്ചാൽ മതി. വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ഉണ്ടാക്കുവാൻ ഇസ്രായേലിന്റെ ശാസ്ത്രജ്ഞന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോഴാണ് നാഷണൽ ജോഗ്രഫി വെളിപ്പെടുത്തിയത് ലിവിംഗ് ഡെഡ് സീ, ജീവിക്കുന്ന ചാവുകടൽ. ഇസ്രായേലിനെ ദൈവം അനുഗ്രഹമാക്കി അത് തീർത്തു. അവരുടെ ചാവുകടലിന്റെ സമ്പത്ത്, ഒരു വാക്കിൽ ഞാൻ പറയട്ടെ, ഫ്രാൻസിന്റെയും ഇംഗ്ലണ്ടിന്റെയും അമേരിക്കയുടെ സമ്പത്തിന് തത്തുല്യമായ ധാതുലവണങ്ങളുടെ സമ്പത്താണ്. ആ വിലയുടെ സമ്പത്തിന് തുല്യമായ ധാതുലവണമാണ് ചാവുകടലിൽ കിടക്കുന്നത്. ഇസ്രായേൽ അത് എടുക്കുവാനായിട്ട് ആരംഭിച്ചു. ഇസ്രായേൽ ലോകത്തിൽ വലിയ സമ്പന്ന രാജ്യമാകുന്നു. യെസ്, വലിയ സമ്പന്ന രാജ്യം. ശാപം അനുഗ്രഹമാക്കി തീർത്തപ്പോൾ അവരുടെ വടക്ക് കിടക്കുന്ന റഷ്യ സാമ്പത്തികമായി തകർന്നപ്പോൾ, എണ്ണ ഉൽപ്പാദിപ്പിച്ച രാജ്യങ്ങൾ സ്വതന്ത്രമായി തീർന്നപ്പോൾ, റഷ്യക്ക് പിടിച്ചു നിർത്താൻ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടം ആവിർഭവിച്ചിരിക്കുന്നു. വചനത്തിൽ രേഖപ്പെടുത്തിയ പോലെ നീ അവസാനം ഇങ്ങോട്ട് വരും. എന്നാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അവർ കടന്നു വരുമ്പോൾ 38-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കി, 15ഉം 16ഉം വായിക്കാം. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ദേശത്തെ മറ്റേ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ഗോഗേ, അവർ എന്നെ അറിയേണ്ടതിന് നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ ഞാൻ വരുത്തും. 39-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നോക്കിയേ. 39-ന്റെ 7-ാം വാക്യം. ലോക സംഭവം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധ നാമം എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. എന്റെ നാമം ഇങ്ങനെ ഈ അവരെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ ദൈവം തകർത്ത് കളയുമ്പോൾ, ദൈവം അവരെ നശിപ്പിക്കുമ്പോൾ, യഹൂദന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തന്റെ കരം വെളിപ്പെടുമ്പോൾ, ഒരു നിമിഷം ഓർത്ത്, 50 ലക്ഷത്തിലധികം സൈന്യങ്ങളുള്ള മധ്യപൂർവ്വ ദേശവും റഷ്യയുടെ 40 ലക്ഷം പടയാളികളും 21,500 ന്യൂക്ലിയർ ആയുധമുള്ള അവരുടെ ആമമൻഷം ഉപയോഗിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയ പോലെ ഭൂമിയുടെ മധ്യത്തിൽ ഒരു പൊട്ടുപോലെ നിൽക്കുന്ന ഒരു കൊച്ചു രാജ്യത്തെ അവർ സൈന്യങ്ങളെ കൊണ്ട് മൂടും.
വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ 200 മൈൽ നീളത്തിൽ ചോരപ്പുഴ ഒഴുകുന്ന, സൈന്യങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടം ആവിർഭവിക്കും. അത് ആവിർഭവിക്കാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. കമ്മ്യൂണിസത്തിന്റെ ഉത്ഭവം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ 1917 ഇസ്രായേൽ ലോകത്തിൽ പിറന്നു വീഴുവാൻ കാര്യമൊരുക്കിയപ്പോൾ 1917 ലോകത്തിൽ കമ്മ്യൂണിസം വരുവാൻ ദൈവമൊരുക്കുന്നത് അവിചാരിതമല്ല. അവരെ കൊണ്ട് വലിയൊരു പദ്ധതി നിവർത്തിപ്പാനുണ്ട്. കാലത്തിന്റെ അവസാനത്തെ മണിമുഴക്കം അതടുത്തു വന്നപ്പോൾ എന്റെ പ്രിയ കേൾവിക്കാരെ, കമ്മ്യൂണിസം അവിടെ തകർന്നു. റഷ്യക്ക് പിടിച്ചു നിൽപ്പാൻ നിവൃത്തിയില്ലാതെ എണ്ണ ഉൽപ്പാദിപ്പിച്ച രാജ്യങ്ങൾ, സ്വകർമ്മഗൃഹങ്ങൾ സ്വാതന്ത്ര്യമായി പോയപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ ബദ്ധവൈരാഗ്യം, എസെക്കിയേൽ 35:5 പറഞ്ഞ പോലെ പുരാതന വൈരാഗ്യവും റഷ്യയുടെ സാമ്പത്തിക ആകർഷവും വൈരാഗ്യവും കൂടെ ഒന്നിച്ചുകൂടി ഈ കൊച്ചു രാജ്യത്തെ ആക്രമിക്കുവാൻ കടന്നു വരുമ്പോൾ ദൈവം തന്നെ ഇടപെട്ട് അവരെ പൂർണ്ണമായി അവിടെ നശിപ്പിച്ചു കളയും. അന്ന് എൻ്റെ നാമം അവർ അറിയും, എൻ്റെ വിശുദ്ധ നാമം ഞാൻ ഇസ്രായേലിന് വെളിപ്പെടുത്തും. ദൈവം ജീവിക്കുന്നു, പ്രവർത്തിക്കുന്നുവെന്ന് ആശ്ചര്യമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരെ, എസെക്കിയേൽ 38:8 പറഞ്ഞത് അന്ത്യകാലത്ത്, ഇൻ ദ ലേറ്റർ ഡേയ്സ്, അവസാന കാലഘട്ടത്തിൽ ഈ സംഭവം നടക്കും എന്ന് രേഖപ്പെടുത്തി. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഇത് സംഭവിക്കുവാനായിട്ട് സകല കാര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. എങ്ങനെ അധികം വിശദീകരിക്കും? രാഷ്ട്രീയമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അവസാനമായി യെരുശലേം ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഭാരമുള്ള കല്ലായി മാറി. വെസ്റ്റ് ബാങ്ക് ലോകത്തിൽ വലിയ പ്രശ്നമായി മാറി. ഏത് സമയത്തും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളതുപോലെ കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വടക്കേറ്റത്തുള്ള റഷ്യ സാമ്പത്തിക തകർച്ച സംഭവിച്ചതിന്റെ ഫലമായി ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഈ നാളുകളിൽ അത് സംഭവിക്കുവാൻ സാധ്യമായ വിധത്തിൽ കാര്യങ്ങൾ മധ്യപൂർവ്വദേശത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞത് അവിചാരിതമാണോ? യാതൊരു കാരണവശാലും അവിചാരിതമല്ലേ. ഞാൻ വീണ്ടും എൻ്റെ കേൾവിക്കാരോട് പറയട്ടെ, നാം ഒരു അന്ത്യത്തിൻ്റെ മണിമുഴക്കം ശക്തമായി കേൾക്കുന്നു. പ്രവാചകന്മാരുടെ വാക്കുകൾ ശക്തമായി വ്യക്തമായി നമ്മുടെ കാതുകളിൽ കേട്ടു തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ അന്ത്യം മാത്രമല്ല, മനുഷ്യൻ്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മധ്യപൂർവ്വദേശ രാഷ്ട്രീയം, ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ സംഭവങ്ങൾ, റഷ്യയുടെ സംഭവങ്ങൾ, ഏകലോക ഗവൺമെൻറ്റിനുള്ള ബന്ധത്തിൽ യൂറോപ്പിൽ നടക്കുന്ന വ്യതിയാനങ്ങളൊക്കെ ഒരു കാര്യം വ്യക്തമായി നമ്മെ മനസ്സിലാക്കുന്നു: അധികം മുന്നോട്ട് പോകില്ല. ലോക സംഭവങ്ങൾ അന്ത്യത്തിൻ്റെ അവസാനത്തെ കുത്തുകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാലം മുന്നോട്ട് പോകില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യമായിരിക്കുമ്പോൾ കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തു, മനുഷ്യനും ഒരന്ത്യമുണ്ട്, അവൻ്റെ ജീവിതത്തിനൊരു അന്ത്യമുണ്ട്. അവൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം നിദ്രയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ പ്രാണനും ദേഹിയും അവൻ്റെ സോളും സ്പിരിറ്റും അവിടെ നിന്ന് കടന്നുപോയി ഒന്നുകിൽ ആശ്വാസത്തിൻ്റെ പ്രതലമായ ക്രിസ്തുവിൻ്റെ സന്നിധി, അല്ലെങ്കിൽ യാതനയുടെ സന്നിധിയിലേക്ക് മാറ്റപ്പെടുന്നു. ദുഷ്ടന്മാരുടെ ആത്മാക്കൾ യാതന സ്ഥലത്തിൽ, ഷിയോളിൽ, അവിടെ യാതന അനുഭവിക്കുന്നു. അത് അല്പകാലത്തേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ നിത്യതയുള്ള ബന്ധത്തിൽ അതൊരു ചുരുങ്ങിയ കാലഘട്ടമാണ്. അതിൻ്റെ ശേഷം ദൈവം ഒരുക്കിയ ഭയങ്കരമായ സ്ഥലമുണ്ട്, നരകം. ദുഷ്ടന്മാരെ പുനരുത്ഥാനം കഴിഞ്ഞ് തള്ളിയിടുന്ന ഒരു പ്രതലം. ഞാനതുകൂടെ പറയാതെ നിർത്തിയാൽ ദൈവജനത്തോട് ഞാൻ കൂറുപുലർത്തില്ലെന്ന് എനിക്കറിയാം. ഇത് കേൾപ്പാൻ ആളുകൾക്ക് ഇഷ്ടമില്ലെന്നും എനിക്കറിയാം. മനുഷ്യന് ഒരു സ്വഭാവമുണ്ട്, അവന് വളരെ മോശമായ വാർത്തകൾ കേൾപ്പാൻ ഇഷ്ടമല്ല. അവനൊരു ക്യാൻസർ രോഗമുണ്ടെന്ന് ആദ്യം കേട്ടാൽ അവൻ അതിനോട് നിഷേധാത്മകമായ ഒരു മനസ്സുണ്ടാകും. അല്പം കഴിഞ്ഞിട്ട് അവനത് അംഗീകരിക്കും. ലോകത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നരകത്തെക്കുറിച്ച് അധികം പ്രസംഗിക്കാറില്ല, നരകം അത്ര പ്രാധാന്യമായി കാണാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കോഫി ഷോപ്പിൽ ഇരുന്നു കൊണ്ടോ ഹോട്ടൽ മുറിയിൽ ഇരുന്നു കൊണ്ടോ ഈ വിഷയം മനുഷ്യൻ സംസാരിക്കാറുണ്ടോ? ഇല്ല. അവൻ മനഃപൂർവ്വം മറക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് എൻ്റെ പിതാവിൻ്റെ
ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ടെന്ന് യേശുക്രിസ്തു സ്വർഗത്തിന്റെ സ്ഥലത്തെക്കുറിച്ച് ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. 14 പ്രാവശ്യം നരകമെന്ന സ്ഥലത്തെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ മനുഷ്യന് മുന്നറിയിപ്പ് കൊടുത്തു. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ ഏതാണ്ട് 234 പ്രാവശ്യം നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വളരെ വ്യക്തമായി ഓർപ്പിച്ചിരിക്കുന്നു മുന്നറിയിപ്പുകൾ. ഒരു ഡോക്ടർ 4 മാസത്തിനുള്ളിൽ ആ മനുഷ്യൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അവൻ പെട്ടെന്ന് അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കും. ഒരു വക്കീല് ഒരു ആളിൻ്റെ കേസ് നടത്തുമ്പോൾ ആളിനെ വിളിച്ച് പറയുകയാണ്, ഈ കേസ് നീ ജയിക്കില്ല, എല്ലാം നിനക്ക് പ്രതികൂലമാണെന്ന് പറഞ്ഞാൽ അവൻ വക്കീലിനെ വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ സമാപ്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഒരു ഡോക്ടറിൻ്റെ വാക്കും ഒരു വക്കീലിൻ്റെ വാക്കും വിശ്വസിക്കും. ഒരു പ്രാസംഗികൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണ്, യഥാർത്ഥമായ ഒരു നരകമുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രൻ അത് പറഞ്ഞു, അത് മനഃപൂർവ്വം മറന്നു കളയുവാൻ ശ്രമിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മറന്നു കളഞ്ഞത് കൊണ്ടോ അത് തള്ളിക്കളഞ്ഞത് കൊണ്ടോ അത് ഇല്ലാതെ പോകില്ലേ. അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. മത്തായി 24:41 യേശുക്രിസ്തു പറഞ്ഞു, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. ഒരുക്കപ്പെട്ട ഒരിടമാണ്, അതിൽ വസിക്കുവാനുള്ള ആളുകൾക്ക് വേണ്ടി നരകം കാത്തിരിക്കുന്നു. ആരാണ് അതിനെ ഒരുക്കിയത്? ഞാൻ ഈ രാത്രിയിൽ പറയട്ടെ, നരകത്തെ ഒരുക്കിയത് യേശുക്രിസ്തുവാണ്. കൊലോസ്യർ 1:15-16 വായിക്കുന്നു, ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ എല്ലാം അവൻ മുഖാന്തരം അവനായി സൃഷ്ടിക്കപ്പെട്ടു. നരകവും ഇത്ര ഭീകരമായി അവൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് മനുഷ്യനോട് പറയുന്നത്, അവിടെ നിന്ന് ഓടിപ്പോക. അതിൻ്റെ ഭീകരത അവൻ അറിയാം. എന്നാൽ എന്നെ ഒരു കാര്യം ചിന്തിപ്പിച്ചു, എന്തിനാണ് ഇത്ര ഭീകരമായി നരകമുണ്ടാക്കിയത്? നരകം എന്തിനാണ് ഇത്ര ഭീകരമായി ദൈവമുണ്ടാക്കിയത്? ഒരു വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. റോമാലേഖനം 9-ാം അധ്യായം, റോമാലേഖനം 9 22-24 വരെയുള്ള വാക്യം. എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? നോക്കുക, അവിടെ 2 പാത്രങ്ങൾ, കരുണാപാത്രങ്ങൾ, കോപപാത്രങ്ങൾ. ദൈവം തൻ്റെ കോപം കാണിപ്പാൻ, ശക്തി വെളിപ്പെടുത്തുവാൻ നാശയോഗ്യമായ കോപപാത്രങ്ങളെ സഹിച്ചു. ആരുടെ കോപം? ആരുടെ ക്രോധം? കരുണാപാത്രങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൽ അവന്റെ കരുണയുടെ വലിപ്പം പ്രദർശിപ്പിക്കുമ്പോൾ മറുഭാഗത്തിൽ തിരുവചനത്തിൽ വായിക്കുന്നു, തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും. ദൈവം ആരാണ്? ദൈവത്തിന്റെ കോപം എന്താണ്? നെബൂഖദ്നേസർ ഒരു ബിംബം നാട്ടി, ആരെങ്കിലും അതിനെ വീണ് നമസ്കരിച്ചില്ലെങ്കിൽ അവനെ തീച്ചൂളയിലിടുമെന്ന് പറഞ്ഞു. എന്നാൽ ബാലന്മാരെ പിടിച്ചുകൊണ്ടുവന്നു, അവരെ നേരെ തീച്ചൂളയിലിട്ടില്ല. അബിംബത്തെ നമസ്കരിക്കാത്ത ബാലന്മാരെ തീച്ചൂളയിലിട്ടില്ല. രാജാവ് പറഞ്ഞു, തീച്ചൂളയുടെ തീ 7 ഇരട്ടി കൂട്ടുവാൻ പറഞ്ഞു. കാരണം എന്നാ? രാജാവിന്റെ കോപത്തെ തട്ടി ഉണർത്തി. രാജാവിന്റെ കോപം ബൈബിൾ പറയുന്നു അത് സിംഹഗർജനം പോലെയാണ്. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ ക്രോധം എങ്ങനെ ഇരിക്കും? അവന്റെ കോപം കാണിക്കുന്ന ഇടം, അവന്റെ ക്രോധം വെളിപ്പെടുത്തുന്ന ഇടം. സ്വർഗത്തെ കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രതലമാണ് സ്വർഗം. ഒരു മനുഷ്യ മനസ്സിലും അത് കടന്നു വന്നില്ല. സ്വർഗം ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതെങ്കിൽ മറുഭാഗം ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടുത്തുന്ന പ്രതലം. അതിന്റെ ഭീകരത അവനറിയാം. അവനാണ് അതിനെ സൃഷ്ടിച്ചത്. വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തതൊക്കെ തീ 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 എന്ന് പറഞ്ഞു. അത് തീജ്വാല കെടാത്ത പ്രതലമാണ്. അവിടുത്തെ തീ ഒരിക്കലും കെടുന്നില്ല, അവിടുത്തെ എപ്പോഴും ചാകുന്നില്ല.
സഹോദരനോട് മൂടാ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് നീ യോഗ്യനാകും. നിന്റെ വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടിക്കളയുക. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ ചൂഴ്ന്നു കളയുക. നിന്റെ വലങ്കാൽ ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടിക്കളയുക. നീ രണ്ട് കൈയുള്ളവനായി, രണ്ട് കാലുള്ളവനായി, രണ്ട് കണ്ണുള്ളവനായി നരകത്തിൽ വീഴുന്നതിനെക്കാട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ കണ്ണ് പിഴുതു കളയുന്നതാണ് നല്ലത്. ചിന്തിച്ചു നോക്കുക, കണ്ണ് പിഴുതു കളയുന്നതാണ് നല്ലത്. എന്താ കാരണം? അത്ര ഭീകരമായൊരു പ്രവൃത്തി ആരും ചെയ്യില്ല, കണ്ണ് പിഴുതാരും കളയില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൻ്റെ ഭീകരത ദൈവത്തിന് ഓർപ്പിച്ചപ്പോൾ അതിനോട് തുലനം ചെയ്താൽ നീ ജീവിക്കുന്ന 80 വർഷം, നീ ജീവിക്കുന്ന 70 വർഷം കണ്ണില്ലാത്തവനായി ജീവിച്ചാലും, കൈകളില്ലാത്തവനായി ജീവിച്ചാലും, കാലില്ലാത്തവനായി ജീവിച്ചാലും നീയാണ് ഭാഗ്യവാൻ. നീ നരകത്തിൽ വീഴുന്നത് അതിലും ഭയാനകമാണ്. ഞാനാണ് നരകത്തെ ഉണ്ടാക്കിയത്, ദൃശ്യവും അദൃശ്യമായത് ഞാൻ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ക്രോധം കാണിപ്പാൻ അതിന്റെ ഭീകരത അത്ര വലുതാണ്. മനുഷ്യ മറക്കരുത്, സർവശക്തന്റെ ക്രോധമാണ്. മനുഷ്യന് ചിന്തിപ്പാൻ സാധ്യമല്ലാത്തതാണ്. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ അവിടുത്തെ തീ കെടുന്നില്ല, ഒരിക്കലും കെട്ടുപോകാത്ത തീ. വെളിപ്പാട് ദിവസം 19:20 ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക, ഗന്ധകം ബ്രൈൻസ്റ്റോൺ കത്തുന്ന തീപ്പൊയ്ക. നിങ്ങൾക്കറിയാമോ, നരകത്തിൽ തീയാണെന്ന് ദൈവപുത്രൻ പറയുമ്പോൾ ഒരു കാര്യം മറക്കരുത്, വേദന എത്രയും വർദ്ധിപ്പിക്കാമോ അതിനുവേണ്ടി അവന്റെ ക്രോധം വെളിപ്പെടുത്തുവാൻ ഒരുക്കിയ പ്രതലം തീ പൊയ്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വേദന നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന വേദനയാണ്. മനുഷ്യന് ഏറ്റവും സ്പർശനം അവന്റെ ത്വക്കാണ്. ത്വക്കിൽ തീജ്വാല കടന്നു വന്ന് ദഹിപ്പിച്ചാൽ ആ ത്വക്കിലുണ്ടാകുന്ന വേദന അതിഭയങ്കരമാണ്. ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ ത്വക്കിനകത്തോട്ട് കയറി മാംസത്തെ അഴുക്കി കളയുന്ന പോലെയാണ്. ഗന്ധകം കത്തിയാൽ ത്വക്കിനകത്തോട്ട് തീ കടന്നു എന്ന് സഹിക്കാൻ വയ്യാത്ത വേദന. ആ തീ ഒരിക്കലും കെട്ടുപോകുന്നില്ലേ. ഞാൻ ഒരു സംഭവം വായിച്ചു പോയി. അഡോൾഫ് മൊണാഡ് എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ, ഫ്രഞ്ച് പ്രാസംഗികൻ, അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ വഹിപ്പാൻ വയ്യാത്തൊരു പ്രശ്നമായി മാറി. നരകത്തിൻ്റെ തീ ഒരിക്കലും കെടുന്നില്ലേ, അവിടെ നിന്ന് മനുഷ്യന് വിടുതലില്ല. തൻ്റെ വേദപുസ്തകവുമായി താൻ ഇരിക്കുവാൻ തുടങ്ങി. വേദപുസ്തകത്തിൻ്റെ പേജുകൾ മുഴുവൻ താൻ അരിച്ച് പരതി നോക്കി. നരകത്തിൽ നിന്ന് എപ്പോഴെങ്കിലും വിടുതലുണ്ടോ, ആ തീ എപ്പോഴും ഒന്ന് കെട്ടുപോകുമോ എന്ന് വാസ്തവത്തിൽ അറിയുവാൻ പരതി നോക്കിയപ്പോൾ താൻ കുറച്ചുകൂടെ ബോധ്യമുള്ളവനായി അവിടുത്തെ തീ കെടുന്നില്ല. തൻ്റെ 2 കരങ്ങൾ കൊണ്ട് തൻ്റെ മുഖം പൊത്തിയിട്ട് തൻ്റെ ശിരസ് വണങ്ങിയിട്ട് ദൈവപുത്രന്റെ പാദത്തിൽ അവൻ കുനിഞ്ഞിരുന്നിട്ട്, അയ്യോ ഈ സത്യം ഞാൻ അംഗീകരിക്കുന്നു. അന്വേഷിച്ചവരും പഠിച്ചവരും തലകുലുക്കി അവർ താഴോട്ട് താണിരുന്നു. അതിൻ്റെ വേദന അത്ര ഭയങ്കരം. അവിടുത്തെ തീ ഒരിക്കലും കെട്ടുപോകുന്നില്ലേ. മാത്രമല്ല, മർക്കോസിന്റെ സുവിശേഷം 9:48 വായിച്ചാട്ടെ. മർക്കോസ് 9:48 അവിടെ കർത്താവ് പറഞ്ഞു, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. അവരുടെ പുഴു ചാകുന്നില്ലേ. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഹിനോം എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ടായിരുന്നു. യെരുശലേമിന്റെ പ്രദേശത്തുള്ള സകല ചപ്പ് ചവറുകളും അവിടെ എടുത്തെറിഞ്ഞിരുന്നു. മോളക്ക് എന്ന് പറയുന്ന ഒരു ദേവന്റെ പ്രതിമ പുരാതന കാലത്ത് ആ പ്രതിമ കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിൻ്റെ അടിയിൽ തീജ്വാല ഇങ്ങനെ അതിൻ്റെ നാവുകൾ മുകളിലോട്ട് ഉയർത്തുമ്പോൾ കുഞ്ഞുങ്ങളെ ആ ദേവന് കൊടുത്തത് ആ കത്തുന്ന തീയുടെ നടുവിൽ നീട്ടിപ്പിടിച്ച കരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ദേവന്മാർക്ക് ബലി കഴിച്ചിരുന്നു. ഹിനോം താഴ്വര. ആ താഴ്വരയിൽ ചത്തുപോയ മൃഗങ്ങളുടെ ശരീരങ്ങൾ വലിച്ചെറിയുമ്പോൾ പുഴുക്കൾ ചാകാതെ അതിൽ കൂടെ കയറിയിറങ്ങി ആ പ്രതലത്തെ കണ്ടുകൊണ്ട് ദൈവപുത്രൻ നരകത്തിന്റെ ഭീകരത വരച്ചു കാണിച്ചു. അവിടുത്തെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. എന്നാൽ ഒരു പണ്ഡിതൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഞാൻ വായിച്ചു. ഓർമ്മയെന്ന് പറയുന്ന പുഴുക്കൾ നരകത്തിൽ കിടന്നുകൊണ്ട് ലൂക്കോസ് 13:28
അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നരകത്തിൽ കിടന്നുകൊണ്ട് വിശുദ്ധന്മാർ ഇരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. അത് കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും. അവിടെ രേഖപ്പെടുത്തി, നിങ്ങളെ പുറത്തുള്ള തീയിലേക്ക് തള്ളിക്കളയുമ്പോൾ, മത്തായി 8:12 ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അനേക ആവർത്തി ദൈവത്തിൽ പറഞ്ഞു, അവിടേക്ക് അവരെ തള്ളിക്കളയും. കർത്താവ് അത് അവിചാരിതമായി പറഞ്ഞതല്ലേ. ഈ രാത്രി ഞാനൊന്ന് പറയട്ടെ, നരകത്തിന്റെ തീജ്വാല കത്തുന്നത് കാണുമ്പോൾ, കർത്താവേ ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആരെങ്കിലും അവിടോട്ട് പോകുമോ? പോകില്ല. അവൻ അലറി കരഞ്ഞുകൊണ്ട് അവന്റെ പാദത്തിൽ വീഴും, ഞങ്ങളെ വിടരുതേ എന്ന് പറയും. പക്ഷെങ്കിൽ ദൂതന്മാർ കടന്നിയെന്ന് അവരുടെ കൈകളും കാലുകളും കെട്ടി പുറത്തോട്ട് തള്ളിക്കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ലക്ഷ്യം ഒരുക്കിയിട്ടും അത് സ്വീകരിപ്പാൻ മനസ്സില്ലാത്ത മനുഷ്യനോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, തീജ്വാലയുടെ ഭയങ്കരത്വം നിങ്ങൾ കാണും. അന്നത്തെ ആ യാഥാർത്ഥ്യം നിങ്ങളുടെ കൺമുമ്പിൽ വരുമ്പോൾ നിങ്ങൾ കരഞ്ഞും കൊണ്ട് ദൈവത്തിനോട് പറയും, ഞങ്ങളെ അയക്കരുതേ. എന്നാൽ നിങ്ങളുടെ കൈകാലുകൾ കെട്ടി ദൂതന്മാർ നിങ്ങളെ തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും. അവിടെയുള്ള ഓർമ്മകൾ, സുവിശേഷം എത്രയോ പ്രാവശ്യം കേട്ടു, അയ്യോ അന്ന് ഞാൻ രക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. ആ ഓർമ്മ മാറ്റി പോകുമ്പോൾ അടുത്ത ഓർമ്മ, എൻ്റെ അമ്മ എന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, ഞാനത് നിഷേധിച്ചു കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓർമ്മകൾ മരിച്ചു പോകാത്ത പുഴുക്കളെ പോലെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന, ഒരുപക്ഷെ നിങ്ങൾ വെറുത്തിരുന്ന പലരും അബ്രഹാമിനോടൊത്ത് മടിയിലിരിക്കുന്ന നിങ്ങൾ കാണുമ്പോൾ കരയുക, പല്ലുകടിക്കുക എന്നുള്ളതല്ലാതെ എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, വചനം വെളിപ്പെടുത്തി നരകം ഒരു തീപ്പൊയ്കയാണ്. വെളിപാട് പുസ്തകം 20:14 വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, അതൊരു തീപ്പൊയ്കയാണ്. ഇറ്റ് ഈസ് എ ലേക്ക് ഓഫ് ഫയർ. യെസ്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. അങ്ങനെ ഒരു തീയുണ്ടോ? ദ്രാവക രൂപത്തിലുള്ള തീയുണ്ടോ? C.T. കർസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ തീസിസ് സമർപ്പിച്ചത് നരകം എന്ന് പറയുന്ന, വേദപുസ്തകം പറയുന്ന ആ പ്രദേശം സൃഷ്ടിക്കപ്പെട്ടതായിട്ട് തെളിവുണ്ട് എന്നൊരു തീസിസ് സമർപ്പിച്ചു. ആ തീസിസിൻ്റെ സംക്ഷിപ്ത രൂപം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ പ്രപഞ്ചത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു കൂട്ടം നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചു. മിഡ്ജറ്റ് സ്റ്റാർ എന്നും വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്നും അതിനെ വിളിക്കുന്നു. കുള്ളന്മാരായ വെള്ള നക്ഷത്രങ്ങൾ, മിഡ്ജറ്റ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ കുള്ളന്മാരായ നക്ഷത്രങ്ങൾ അതിനെ വിളിക്കാൻ കാരണം ഈ നക്ഷത്രങ്ങൾ എന്തോ സമ്മർദ്ദം കൊണ്ട് അവയെ ചെറുതാക്കി കളഞ്ഞു. ഉദാഹരണമായിട്ട് ഭൂമിയുടെ ഡയമീറ്റർ 8000 മൈലാണ്. 8000 മൈലുള്ള ഭൂമിയെ 400 മൈലാക്കി ചുരുക്കിയാൽ അതിൻ്റെ വലിയ ഡെൻസിറ്റി, സാന്ദ്രത വളരെ കൂടുതലായിരിക്കും. ഈ നക്ഷത്രങ്ങൾ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ്, കുള്ളന്മാരായ വെള്ള നക്ഷത്രങ്ങൾ, മിഡ്ജറ്റ് നക്ഷത്രങ്ങൾ എന്ന് പറയാൻ കാരണം എന്തോ കാരണം കൊണ്ട് 5000 എങ്കിലും ഇരട്ടി വലിപ്പം കാണേണ്ട ആ നക്ഷത്രങ്ങളെ ചെറുതാക്കി കളഞ്ഞപ്പോൾ അതിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി വളരെ കൂടുതലാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സൂര്യൻ്റെ മധ്യഭാഗത്തിൻ്റെ ചൂട് 25 ദശലക്ഷം ഡിഗ്രി തുടങ്ങി 30 ദശലക്ഷം ഫാരൻഹീറ്റാണ് അതിൻ്റെ മധ്യത്തിലുള്ള ചൂട്. ഈ വലിയ ഡെൻസിറ്റി കൊണ്ട്, വലിയ സാന്ദ്രത കൊണ്ട് അതിനകത്ത് എന്തെല്ലാം ആറ്റമുണ്ടോ ആ ആറ്റത്തിന് ന്യൂട്രോണും പ്രോട്ടോണും പിടിച്ചു വെക്കുവാൻ കഴിയാതെ അത് വിഘടിച്ചു പോയി. വിഘടിച്ചപ്പോൾ എക്സ്റേ അതിൽ നിന്ന് എമിറ്റ് ചെയ്തതിൻ്റെ ഫലമായി പ്രോട്ടോൺസ് എല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂടി ഇതൊരു വാതക രൂപമായി
വലിയ ഈ പ്രഷറും ടെമ്പറേച്ചറും കൊണ്ട് അവിടെയുള്ളതെല്ലാം വാതകമായി മാറി. എന്നാൽ ഇത്ര വലിയ പ്രഷറിൽ ഈ വാതകത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാമോ? വാതകം ലിക്വിഫൈ ചെയ്യും, അത് ദ്രാവകമാകും. നമ്മളുടെ കുക്കിംഗ് ഗ്യാസ് ഒക്കെ ലിക്വിഫൈ ചെയ്ത പോലെ ഈ നക്ഷത്ര സമൂഹങ്ങളിൽ ഈ വലിയ സമ്മർദ്ദം കൊണ്ട്, സാന്ദ്രത കൊണ്ട് അവിടെയുള്ള ഗ്യാസുകൾ അത് ദ്രാവകമായി. എന്നാൽ ഏതെങ്കിലും ഒരു കാലത്തിൽ ഈ നക്ഷത്രങ്ങളൊന്ന് തണുത്തിട്ട് സാധാരണ നിലയിൽ വരുമെന്ന് കരുതുക. അങ്ങനെ വരുവാൻ സാധിക്കില്ല. അത് സാധാരണ നിലയിൽ വരണമെങ്കിൽ അതിൻ്റെ പൂർവസ്ഥിതി 5000 ഇരട്ടി വലുപ്പത്തിലേക്ക് വരണം. എന്നാൽ ആ വലുപ്പത്തിലേക്ക് അത് വളർന്നാൽ വീണ്ടും വലിയ ചൂടുകൾ ഉണ്ടാകും. ആ ചൂട് വീണ്ടും ആറ്റത്തെ പൊട്ടിത്തെറിക്കും. യാതൊരു കാരണവശാലും അത് തണുക്കുവാനും സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ പോലെ അവിടുത്തെ തീ കെടുന്നില്ലേ? ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ഈ മിഡ്ജറ്റ് നക്ഷത്രങ്ങളാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലേക്ക് ഓഫ് ഫയർ, അല്ലെങ്കിൽ തീപ്പൊയ്കയെന്ന് ഞാൻ പറയുന്നില്ലേ, ദ്രാവക രൂപത്തിൽ വലിയ ടെമ്പറേച്ചറിൽ ഒരിക്കലും തണുക്കുവാൻ കഴിയാതെ ഒരു പുഴ പോലെ കിടക്കുന്ന അഗ്നിപ്രവാളം ഒഴുകുന്ന ഒരു പ്രതലമുണ്ട്. അവിടെ തീ കിടത്തില്ല, ചൂട് കുറയില്ല. മനുഷ്യൻ അവിടെ വീണാൽ അവൻ ദഹിച്ചു പോകാതെ പുനരുത്ഥാന ശരീരം അവന് ലഭിക്കുന്നു. അവിടെ കിടന്നുകൊണ്ട് ധനവാൻ പറഞ്ഞ പോലെ ഈ തീജ്വാലയിൽ ഞാൻ യാതന അനുഭവിക്കുന്നു. ഈ രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്നൊരു വിടുതലുണ്ടോ? ഇല്ലേ. വേദപുസ്തകം പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഒരു സംഭവം മാത്രം പറയാം. വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ 13 പ്രാവശ്യം എന്നേക്കും എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 13 പ്രാവശ്യം. 9 പ്രാവശ്യം ദൈവത്തിനും ദൈവത്തിൻ്റെ വാഴ്ചയ്ക്കും പറഞ്ഞു. They will reign forever and ever. അവൻ എന്നേക്കും വാഴും, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ദൈവം എന്നേക്കും ജീവിക്കുന്നു, എന്നേക്കും വാഴും. വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ വെളിപ്പാട് 22:5 പറഞ്ഞു അവരെന്നേക്കും വാഴുന്നു. എന്നാൽ നരകത്തോടുള്ള ബന്ധത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 10 അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ യാതനയുള്ള ബന്ധത്തിൽ 2 പ്രാവശ്യം കൂടെ പറഞ്ഞു. 14:11 അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പോകും. 19:3 അവരുടെ പുക എന്നേക്കും പോകും. ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നു, ദൈവം എന്നേക്കും വാഴുന്നു, വിശുദ്ധന്മാർ എന്നുമെന്നും വാഴും. നരകത്തിന്റെ തീ എന്നേക്കും ദണ്ഡനം, എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. ദൈവം എന്നേക്കും വാഴുന്നു, ദൈവം എന്നേക്കും വസിക്കുന്നു. വിശുദ്ധന്മാരുടെ അനുഗ്രഹങ്ങൾ എന്നേക്കുമുണ്ട്. നരകത്തിലേക്ക് പോകുന്ന ദുഷ്ടന്മാർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞത്, തീ കൊണ്ടവരെ ഉപ്പിടും. ഈ രാത്രിയിൽ നരകത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതിഷ്ടമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ നരകത്തിൽ പോകുന്നത്? സ്വർഗത്തിന് യോഗ്യതയില്ലാത്തവരെ അവൻ നരകത്തിലേക്ക് തള്ളിക്കളയുന്നു. സ്വർഗത്തിൽ പോകുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പള്ളിയിൽ പോകണോ? കുമ്പസാരിക്കണോ? പള്ളിക്ക് പണം കൊടുക്കണോ? വേണ്ട. യേശുക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 3:3, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. ഒരു പുതുതായി ജനനമില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. വെളിപാട് പുസ്തകം തന്നെ നോക്കിയാട്ടെ, 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. എന്നാൽ സ്വർഗത്തിന് യോഗ്യതയില്ലാത്ത, വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ തീപ്പൊയ്കയിലേക്ക് എറിയപ്പെടും. ഇത് 2-ാമത്തെ മരണം. ആ പട്ടികയിൽ ആദ്യം പറഞ്ഞത് ഭീരുക്കൾ. ആരാണ് ഈ ഭീരുക്കൾ? ആരാണ് ഈ ഭീരുക്കൾ?
സദൃശ്യവാക്യം 29:25 2 വാക്യമെന്ന് വായിക്കാം. ആരാണ് ഈ ഭീരുക്കൾ? എന്തുകൊണ്ടാണ് ഭീരുക്കൾ നരകത്തിൽ വീഴുന്നത്? സദൃശ്യവാക്യം 29:25. മനുഷ്യഭയം ഒരു കണിയാണ്. ഇറ്റ് ഈസ് എ സ്നേർ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. 14:27. യഹോവാ ഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ ഒഴിഞ്ഞു പോകും. യഹോവ ഭക്തി, യഹോവ ഭയം, ദൈവത്തെ പേടിക്കുന്ന മനുഷ്യൻ നരകത്തിന്റെ പിടിയിൽ നിന്ന് വിടുതൽ ലഭിക്കും. ഈ രാത്രി നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? മനുഷ്യഭയം ഒരു കണിയാണ്. നിന്റെ പിതാവിനെയും മാതാവിനെയും നിന്റെ സമൂഹത്തെ നീ ഭയപ്പെടുന്നെങ്കിൽ ദൈവജനം പറയുന്നു ഒരു കണിയാണ്. ആ കണിയിൽ നീ അകപ്പെട്ട് നരകത്തിൽ വീഴുമ്പോൾ, ആ പട്ടികയിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭീരുക്കൾ. നീ ജീവിച്ചിരുന്നപ്പോൾ ദൈവപുത്രനെ സാക്ഷിപ്പാൻ നീ ഭയന്നു. ഭീരുക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്തിനാണ് മനുഷ്യനോട് ഇത്ര ഗൗരവമായി ഇടപെടുന്നത്? അതേ, റോമർ 1:18 പറയുന്നു, സത്യത്തെ തടുക്കുന്ന മനുഷ്യന്റെ സകല അനീതിക്കും അക്രമത്തിനുമെതിരായി ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്നു. Who suppresses truth? അവന്റെ സത്യത്തെ നീ അമർത്തി വെക്കുവാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ കോപം. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏത് പള്ളിക്കാരനോ ഏത് മതസ്ഥനോ ആയിക്കൊള്ളട്ടെ, അതല്ല വിഷയം. സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ സ്നേഹിച്ച് ദൈവത്തിന്റെ പുത്രൻ ഇവിടെ വന്നു. നരകയാതനയിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ പാതാള വേദനകൾ അനുഭവിച്ചു. അയ്യോ, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിക്കുന്നെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ഉറക്കെ കരഞ്ഞു. അവന്റെ അടുക്കൽ വരുന്നവർക്ക് ഒരു പുതുജനനം അവൻ കൊടുക്കുന്നു. അവന്റെ അടുക്കൽ വരുന്നവർക്ക്, അവനെ സാക്ഷിപ്പാൻ ധൈര്യമുള്ളവർക്ക് അവൻ ഒരു വീണ്ടും ജനനം കൊടുക്കുന്നു. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് പറഞ്ഞ വാക്ക്, വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും മരിച്ചുപോയവരുടെ ആത്മാവിന് ഒരു പുതിയ ജന്മം ദൈവം നൽകും. നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നിങ്ങളുടെ പാപങ്ങൾ അവൻ ക്ഷമിക്കും. അവന്റെ പുത്രന്റെ ചോര കൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയും. സ്വർഗത്തിന് നിങ്ങൾ യോഗ്യരായി തീരും. അല്ല എങ്കിൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, അവരൊക്കെ ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്. അവൻ മനുഷ്യനോട് പറഞ്ഞു, ഓടിക്കോ, ഓടിക്കോ, തീ പൊയ്കയിൽ നിന്ന് ഓടിക്കോ. നിന്റെ കൈയാണ് നിനക്ക് തടസ്സം, നിന്റെ കാലാണ് തടസ്സമെങ്കിൽ വെട്ടിക്കളഞ്ഞിട്ട് നരകത്തിൽ വീഴാതെ നീ ഓടിക്കോ. അതിൻ്റെ ഭീകരത അവൻ അറിഞ്ഞു. ദൈവജനത്തിന് സൗജന്യമായി രക്ഷവൻ ദാനമായി കൊടുക്കുമ്പോൾ നിത്യ സൗഭാഗ്യം. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ലോകം അതിൻ്റെ അന്ത്യത്തിൽ വന്നു കഴിഞ്ഞു. ഏത് സമയവും യേശു ക്രിസ്തു വന്ന് തൻ്റെ ജനത്തെ ചേർത്ത് കഴിഞ്ഞാൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ ഭീകരമായ വിപത്തുകൾ നടക്കുവാൻ കമ്മ്യൂണിസ്റ്റ് റഷ്യയും ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോക സംഭവങ്ങൾ അവിചാരിതമല്ല. ലോകത്തിൽ അന്ത്യത്തിൻ്റെ മണിമുഴക്കം എല്ലാ വിധത്തിലും കാതുകളിൽ ആവർത്തിച്ചു വീഴുന്നു. അതുപോലെ നമ്മുടെ അന്ത്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു. യേശു ക്രിസ്തു ഇല്ലാത്ത മനുഷ്യൻ നിത്യ നരകം, കെടാത്ത തീ, ചകാത്ത പുഴു. അത് സാത്താന് വേണ്ടി ഒരുക്കിയ സ്ഥലമാണ്. അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയ സ്ഥലമാണ്. ദൈവക്രോധവും ദൈവകോപവും പ്രദർശിപ്പിപ്പാൻ ദൈവത്തിൻ്റെ പുത്രൻ ഒരുക്കിയെടുത്ത സ്ഥലമാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എത്ര ഗൗരവപൂർണമായ ഒരു സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സാത്താൻ ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നരകത്തെക്കുറിച്ചുള്ള പ്രസംഗം, മനുഷ്യനെ അത് ബോധമാക്കുന്ന പ്രസംഗം. ഈ രാത്രിയിൽ ദൈവകൃപയാൽ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മുടെ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ ആ രക്ഷയുടെ മഹത്വപൂർണമായ കാര്യവും ന്യായവിധിയുടെ ഭയങ്കരത്വം ചിന്തിക്കുകയായിരുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിലെത്തിയ ഒരു കാലഘട്ടം. ലോകത്തിൻ്റെ സംഭവങ്ങൾ ദൈവജനത്തിൽ വെളിപ്പെടുത്തിയതുപോലെ അവസാനത്തിന് മണിമുഴക്കം സംഭവിക്കുന്ന ഒരു കാലഘട്ടം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെ ഒരു നിമിഷം വിനയപ്പെടുത്തുമോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ച ദൈവപുത്രൻ നിങ്ങൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അവൻ നിങ്ങൾക്ക് രക്ഷദാനമായി തരുവാൻ, നിങ്ങളുടെ പാപത്തിൻ്റെ ഉത്തരവാദിയായി അവൻ ക്രൂശിൽ മരിക്കുന്നു. അവൻ നിങ്ങൾക്ക് ദാനമായി തന്ന രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, നിസ്സാരമായി എണ്ണി നിങ്ങൾ ചൊല്ലിക്കളഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടും? നരകത്തിൻ്റെ ഭീകരത നിങ്ങൾ ഓർക്കുക. അത് സൃഷ്ടിച്ച കർത്താവ് പറഞ്ഞു, അവിടുത്തെ പുഴുച്ചാകില്ല, തീക്കടില്ല. ഇന്ന് രാത്രിയിൽ ഭീരുക്കളുടെ പട്ടികയിൽ നിങ്ങൾ പെടാതെ, അവിശ്വാസികളുടെ പട്ടികയിൽ പെടാതെ, മനുഷ്യഭയം ഒരു കണിയാണെന്ന് മനസ്സിലായി യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തെ വിനയപ്പെടുത്തി ഞാൻ വരുന്നു ക്രൂശിങ്കൽ എന്ന പാട്ട് പാടുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുത്ത് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുക. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് പൂർണ്ണരക്ഷകാണും ഞാൻ. ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയാ കുമ്പിടുന്നു രക്ഷിക്കാൻ എന്നെ ഇപ്പോൾ. പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വിനയത്തോടെ അടുത്തു വന്നു, കർത്താവേ, എൻ്റെ പാപം ക്ഷമിക്കണം, നിന്നെ എൻ്റെ ഉള്ളത്തിൽ കൈക്കൊള്ളുന്നുവെന്ന് തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരം ഒന്ന് ഉയർത്തി കാണിക്കാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ രാത്രിയിൽ ആരുണ്ടിനി? സ്തോത്രം, സ്തോത്രം. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഈ രാത്രി സൗരിസ്വന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിനോട് ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിന് അടയാളമായി നിങ്ങളുടെ വലങ്കരവും നിവർത്തി കാണിക്കുക. സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ സഹായിച്ചതിനാണ് സ്തോത്രം. അവിടുന്ന് വേഗം വരുന്നുവെന്ന് തിരുവചന സത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലെത്തിയെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. മനുഷ്യരുടെ അന്ത്യവും അതിൻ്റെ ശേഷം ഒരു ജീവിതമുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. ഒരു നരകത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയായിരുന്നു, അതിൻ്റെ ഭീകരത ഞങ്ങൾ ഓർക്കുകയായിരുന്നു. വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവപുത്രൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നീ ഒരുക്കി. ആ സത്യത്തെ തടുക്കാതെ നിൻ്റെ പുത്രനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇന്ന് ചില പ്രിയപ്പെട്ടവർക്കിടയാക്കിയതിനാൽ സ്തോത്രം. ദൈവമക്കളായി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈ രാത്രി രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ നിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിക്കുന്നു. നീ അവരെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ക്ഷേമത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടെ ഞങ്ങളെ ഞങ്ങളുടെ ഭവനത്തിൽ എത്തിക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്കിരിക്കട്ടെ, ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.